ഹലോ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൊത്തമ്പാരി. പിന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പക്ഷെ അതിൽ സിബിമലയിൽ സാർ എങ്ങനെ വന്നു, ഇത് ഞാൻ എങ്ങനെ തിരുത്തും എന്ന് എനിക്ക് മനസ്സിലാവും. ഇനി ഞാൻ ഒന്നും ഇടരുതെന്നും തീരുമാനിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഇനി എന്തിട്ടാലും ഒരു പ്രശ്നവും ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ കൂടി ഇതിപ്പം സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും കണ്ടു കാണും. പേളി മാണിയുടെ ഖേദപ്രകടനം. നമ്മൾ നീറ്റ് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെ വൈകിയാണെന്ന് തോന്നുന്നു പേളി മാണിയുടെ പോസ്റ്റ് വരുന്നതും അതിന്റെ കമന്റുകൾ, പിന്നീട് വന്ന വിവാദങ്ങൾ, വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഉണ്ടാക്കിയത്. ആ സമയത്ത് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് തിരക്കായി പോയി, ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ അഭിപ്രായം എപ്പോ വേണമെങ്കിലും പറയാലോ. ഇപ്പോ പേളി മാണി ഖേദപ്രകടനം ആയി വന്നിട്ടുണ്ട്. ഒരുപാട്, അത്രയും 3 ലക്ഷത്തോളം പേരാണ് അൺഫോളോ ചെയ്ത് പോയെന്നാണ് പറയുന്നത്. ആ വീഡിയോയില് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും. അതിനെ പറ്റിയിട്ട് ഭയങ്കര, അതായത് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എന്റെ പോസ്റ്റ് ഇങ്ങനെയല്ല നിങ്ങൾ വായിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പേളി ഭയങ്കരമായിട്ട് ഒരു ടീച്ചറെ പോലെ പറഞ്ഞ് മനസ്സിലാക്കുന്ന വീഡിയോ ആണ് ലാസ്റ്റ് വന്നത്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ പേളിയുടെ ആദ്യത്തെ നീറ്റ് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട പോസ്റ്റ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റിനോട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കാരണം ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രൊട്ടസ്റ്റ് വരുമ്പോൾ അതിൽ പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും, അനുകൂലിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ പ്രൊട്ടസ്റ്റിനോട് അനുകൂലിച്ചേ പറ്റൂ, അനുകൂലിച്ചുകൊണ്ടേ പോസ്റ്റ് ഇടാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേളി മാണിക്ക് അതിനെ അനുകൂലിക്കാം, പ്രതികൂലിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ ഇത്രയും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പേളി മാണി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള കമന്റുകൾ ഉണ്ടാവും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ വീഡിയോ ഇടുന്നത്. അപ്പൊ ആ കമന്റ് ബോക്സിൽ പേളി വിചാരിക്കുന്ന പോലത്തെ കമന്റുകൾ വരണം എന്ന് പറയുന്നത് അത് ഒരു ശരിയായ രീതിയല്ല. ആദ്യത്തെ കമന്റ് ആയിട്ട് തന്നെ സിബി മലയന്റെ മകൻ വന്ന് കമന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ പേളി പറയുന്നത് കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ കമന്റ് പോയി ഞാൻ ഡിലീറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അതിൽ എത്ര സത്യം ഉണ്ടെന്ന് അറിയില്ല. കാരണം കുറച്ച് വിത്തിൻ സെക്കൻഡ് കൊണ്ട് ആ കമന്റ് ഡിലീറ്റ് ചെയ്യും, കമന്റ് ബോക്സ് ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ആളുകളുടെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തു, അവരെ അൺഫോളോ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ച മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത് സിബി മലയന്റെ മകൻ വന്ന് കമന്റ് ഇടുന്നു. അപ്പോൾ പേളി കുറെ മണിക്കൂറുകൾ കഴിഞ്ഞാണ് കമന്റ് റിപ്ലൈ ചെയ്തതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോ കുറെ കഴിഞ്ഞ് പേളി റിപ്ലൈ ഇടുമ്പോൾ പേളി എന്താണ് റിപ്ലൈ ഇട്ടത്? പരാജയപ്പെട്ടു പോയ സംവിധായകന്റെ മകൻ എനിക്കെതിരെ തിരക്കഥ എഴുതുന്നു, അങ്ങനെ എന്തോ ആണ് പേളി റിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആരാണ് പരാജയപ്പെട്ട സംവിധായകൻ? എനിക്ക് തോന്നുന്നു മലയാള ചലച്ചിത്ര ലോകത്തെ ഏറ്റവും നല്ല സംവിധായകന്മാരിൽ ഒരാളാണ് സിബി മലയൻ. ഒരുപാട് ചിത്രങ്ങൾ, മികച്ച സൂപ്പർ സ്റ്റാർ നമ്മുടെ മമ്മൂട്ടി, മോഹൻലാലിനൊക്കെ ഒരുപാട് നല്ല സിനിമകൾ നൽകിയ സിബി മലയൻ. കിരീടം, ഭരതം, ഹിസ് ഹൈനസ് അബ്ദുള്ള, ആകാശദൂത്, ദേവദൂതൻ, അങ്ങനെ പറഞ്ഞിട്ട് കുറെ നല്ല ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ സിബി മലയൻ പരാജയപ്പെട്ട സംവിധായകൻ. അത് എത്രമാത്രം വലിയൊരു തെറ്റാണ് അല്ലെ? അതിനോട് മലയാളികൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പേളി മാണി എത്രമാത്രം ഇഷ്ടപ്പെട്ട ആൾക്കാർ ആയാൽ കൂടി അങ്ങനെ ഒരു പരാമർശം അത് വലിയൊരു തെറ്റായി പോയി എന്ന് തന്നെയാ പറയണത്. അപ്പൊ അത് പറഞ്ഞതിന് ശേഷം കുറച്ചു കഴിഞ്ഞ്, അതും 2 ദിവസം വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ പേളി വീഡിയോ ഇടണമായിരുന്നു, എനിക്ക് സംഭവിച്ചു പോയി തെറ്റ് എന്നുള്ളത്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഖേദപ്രകടനം നടത്തി കഴിഞ്ഞാൽ അതിനും വലിയ രീതിയിലെ വിമർശനങ്ങൾ ഉണ്ടാകും എന്ന് പേളി മനസ്സിലാക്കണം. പിന്നെ പേളി മാണി പറയുന്നുണ്ട്, എന്റെ ഫേവറേറ്റ് സംവിധായകരിൽ ഒരാളാണ് സിബി മലയൻ, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഫേവറേറ്റ് സംവിധായകരിൽ ഒരാളാണെങ്കിൽ ഒരിക്കലും പേളിയുടെ കൈ വെച്ച് ഒരിക്കലും ആ കമന്റ് ടൈപ്പ് ചെയ്യില്ല. ഇത്തരം ഖേദപ്രകടനം നടത്തുമ്പോൾ കൂടുതൽ എന്ന് പറയണ്ടേ, നാടകീയമായ വാക്കുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും തെറ്റ് പറ്റിപ്പോയി, അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ.